വല്ലപ്പോഴും വീട്ടുമുറ്റത്തും തൊടിയിലും വിരുന്ന് വന്നിരുന്ന മയിലുകൾ നിത്യസന്ദർശകരാകുന്നു. സംസ്ഥാനത്ത് മയിലുകളുടെ വംശവർധന 1998 ശേഷം 180% വർദ്ധിച്ചെന്നാണ് ഇന്ത്യൻ പക്ഷികളെ കുറിച്ചുള്ള സ്ഥിതിവിവര കണക്കുകൾ പറയുന്നത്. വേൾഡ് വൈഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് എന്നിവയടക്കം 13 സ്ഥാപനങ്ങൾ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. 30,000 പക്ഷി നിരീക്ഷകർ ഈ ബോർഡ് എന്ന സംവിധാനത്തിലൂടെ നൽകിയ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട്. നേരത്തെ ഇടുക്കി, വയനാട്, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മാത്രം കണ്ടിരുന്ന മയിലുകൾ ഇപ്പോൾ എല്ലാ ജില്ലകളിലുമുണ്ട്. വരണ്ടതും പാറക്കെട്ടുകളും കുറ്റിക്കാടും നിറഞ്ഞ സ്ഥലമാണ് മയിലുകളുടെ ആവാസ കേന്ദ്രം. കേരളം വരണ്ട അവസ്ഥയിലേക്ക് മാറുന്നതിന്റെ പ്രകൃതി നൽകുന്ന സൂചനയാണ് മയിലുകളുടെ പെരുക്കമെന്നാണ് കേരള കാർഷിക സർവകലാശാല വന്യജീവി പഠന വിഭാഗത്തിന്റെ നിരീക്ഷണം. വനം വന്യജീവി നിയമങ്ങൾ ശക്തമായതും 1963 മുതൽ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച് സംരക്ഷിക്കുന്നതും എണ്ണം കൂടാൻ കാരണമായിട്ടുണ്ട്. സംസ്ഥാനത്തെ 19% ഭൂപ്രദേശവും മയിലുകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമായി മാറിയെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ 2050 ഇത് 40%-ലേറെ ആകുമെന്നാണ് നിഗമനം. നെല്ലും പച്ചക്കറിയും അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയും വരണ്ട കാലാവസ്ഥയും മയിലുകൾ പെരുകാൻ ഇടയായിട്ടുണ്ട്. ഇവയെ നിയന്ത്രിക്കാൻ നിയമം അനുവദിക്കാതിരുന്നാൽ കാട്ടുപന്നികളെ പോലെ മറ്റൊരു ഭീഷണിയായി കാർഷിക മേഖലയെ കാത്തിരിക്കുന്നത്. ഭാവിയിൽ ഇവ 45% വരെ വിളനാശം ഉണ്ടായേക്കുമെന്നാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മയിലുകൾ വരൾച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും നെല്ല്, പച്ചക്കറികൾ നശിപ്പിക്കുന്നത് കർഷകർക്ക് ഒരു വലിയ തലവേദനയായി മാറും. ഇവയുടെ എണ്ണം പെരുകിയാൽ കർഷക മേഖലയിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കും.